ജൂനി ടീച്ചറെ, എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത്? ഞാനിവിടെ ഒരു മ്യൂസിയത്തിന്റെ ഇനോഗ്രേഷന് വന്നതാണ്. സ്വാഭാവികം. ഞാൻ കുക്കിയുടെ ലൈവ്. ആരുടെ? ക്ഷമിക്കണം, പ്രതിപക്ഷ മന്ത്രിയുടെ ലൈവിനെ പറ്റി ഞാൻ പിറ്റേന്ന് രാവിലെയാണ് അറിയുന്നത്. അപ്പോഴേക്കും കമ്പനിക്കാർ അത് ഡിലീറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നമ്മളോട് മാത്രം ഇങ്ങനെയെന്നാണ് എനിക്കറിയത്തില്ലാത്ത. MP പീഡിച്ചൻ എന്തുകൊണ്ട് താങ്കളുടെ പാർട്ടി വ്യൂവേഴ്സിൽ നിന്ന് ആ ലൈവ് ഡിലീറ്റ് ആക്കി? അതായത് ജിനേഷ്, ഞങ്ങളുടെ കമ്പനിക്ക് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഞങ്ങളിത് ചെയ്തത് ഐഡൽസിന്റെ മെന്റൽ ഹെൽത്തും അവരുടെ നന്മയ്ക്കും വേണ്ടിയാണ്. നിങ്ങൾ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല BTS എന്ന പാർട്ടിയോട് കേന്ദ്ര സർക്കാർ ഹൈബും കൊറിയൻ മീഡിയസും കാണിക്കുന്ന ഈ അവഗണനയും വെറുപ്പും. 1-2 തവണയല്ല, 100 കണക്കിന് തവണ നിങ്ങൾ അവരെ അവഗണിച്ചിട്ടുണ്ട്. BTS എന്ന പാർട്ടി നിങ്ങളോട് എന്ത് ചെയ്തു? ബാങ്ക്രപ്റ്റ് എന്ന് കമ്പനിയെ ഉയർത്തിക്കൊണ്ടുവന്നതോ? 4 ആൾ കൂടി നിൽക്കെ ഹൈബ് എന്ന കമ്പനിയെ വളർത്തിയതോ? നാണമില്ലേ കൊറിയൻ മീഡിയാസ്? ടാക്സ് തട്ടിപ്പ് കേസിൽ നിന്റെയൊക്കെ ഓപ്പമാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വന്തം വീടിന് മുമ്പിൽ സ്വന്തം സ്കൂട്ടറിൽ നിന്ന് വീണ ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്ത കൊറിയൻ മീഡിയാസ് കൊറിയക്കാരെ, നിങ്ങൾക്ക് എന്റെ നടുവിരൽ നമസ്കാരം. ഹേറ്റേഴ്സിന്റെ ഭീഷണിയുടെ മുമ്പിൽ പതറി പോകുന്നവരല്ല BTS എന്ന സംഘടനയും BTSലെ പിള്ളേരും. ഹൈബേ നിന്റെയൊക്കെ തലതൊട്ടപ്പം പീഡിച്ചൻ വിചാരിച്ചിട്ട് അവരെ ഒതുക്കാൻ പറ്റിയില്ല. പിന്നെയല്ല ഇന്നലത്തെ മഴയെ കയറി വന്ന ആ മിന്നിപ്പെണ്ണുമ്പോൾ അവളെന്റെ കൈ കിട്ടിയാണ്ടല്ലോ വലിച്ചെറിയാൻ. ജിനേഷ് കാം ഡൗൺ. പിന്നെ ദേഷ്യം വരില്ലേ? കണ്ടറിയത്തില്ല അവളൊക്കെ പുറമ്പോക്കാന്ന്. ജിനേഷ, നീ അവിടെ ഇരിക്കുക. ഇപ്പോൾ കിട്ടുന്ന വാർത്ത, അണ്ടിക്കോട് ഭഗവതി ക്ഷേത്ര ഉത്സവത്തിൽ ആനയിടഞ്ഞു. ഇങ്ങോട്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു ന്യൂസ് റീഡ് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു.